സെൽഫ് ലവ് നമുക്ക് നമ്മളോട് തന്നെ അല്ലെങ്കിൽ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതാണല്ലോ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടുത്ത് വന്ന കുറേ കൗൺസിലിംഗ് സെഷൻസിൽ എൻ്റെ ക്ലയൻസ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അതുപോലെ ഈ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞതാണ്, കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ആദ്യമൊക്കെ എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുമായിരുന്നു, എൻ്റെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സെൽഫ് ലവിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. എബണ്ടൻസും സ്നേഹമൊക്കെ വളരെ കണക്റ്റഡ് ആണ്. നമ്മൾ സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസിയാണ് ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹമായിരിക്കുക അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസി എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാക്കി തരുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഈ പലപ്പോഴും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നതും ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുന്നതും അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പോയിട്ട് നിൽക്കാൻ പറ്റാതെ വരുന്നതെല്ലാം ഈ സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ഒരു വരെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് സെൽഫ് ലവ് ഇല്ലായ്മ തന്നെയാണ്. ലവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ആളുകളുടെ മുഖം വരുമല്ലേ, ഒരിക്കലും വരാത്ത മുഖം ആരുടെയാണ്? നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് മാറ്റമുണ്ട്. എന്നാലും പണ്ട് കാലം മുതൽ എസ്പെഷ്യലി സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കാണ്. അവർക്ക് ഇമ്പോർട്ടൻസ് ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും. നമ്മളൊരു ഫുഡ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പോലെ ഒന്ന് ശ്രദ്ധിക്കാം, ഏറ്റവും വേസ്റ്റായിട്ടുള്ള കരിഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കില്ലേ നമ്മൾ കഴിക്കുക. അതായത് നമ്മൾ വലിയ വേർത്തൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും മറ്റുള്ളവർക്ക് കെയർ കൊടുക്കുന്നതിലും എല്ലാം വളരെ ബിസിയാണ്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത്, നമ്മുടെ വിചാരം നമ്മളിങ്ങനെ നമ്മളെക്കാൾ കൂടുതൽ പ്രയോറിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര നമ്മളോട് വലിയ സ്നേഹമായിരിക്കും, ഇഷ്ടമായിരിക്കും എന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മളെക്കാൾ കൂടുതൽ പ്രയോറിറ്റിയും സ്നേഹവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരെ ഒരിക്കലും ഗ്രാൻഡഡ് ആയിട്ടേ കരുതുള്ളൂ. ഇതൊക്കെ ഇവരുടെ കടമയാണ്, ചെയ്യേണ്ടതാണ് എന്ന് മാത്രമേ കരുതുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അറിഞ്ഞ് നമ്മൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുള്ളൂ. അവൻ എന്നെ പരിഗണിക്കുന്നില്ല, അവൾ എന്നെ പരിഗണിക്കുന്നില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടോ അവർക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ നമ്മൾ പറയും. ആക്ച്വലി സ്നേഹമില്ലാത്തത് നമ്മളോടാണ്. നമുക്കൊരു റെസ്പെക്റ്റും സ്നേഹവും വേർത്തൊക്കെ കൊടുക്കുമ്പോൾ ചുറ്റുള്ള ആളുകൾക്കും നമ്മളോട് ആ വിലയും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി സ്നേഹം ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ്? നമ്മളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ടെക്നിക്ക് പറയാം. ഇപ്പോൾ വളരെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒട്ടും അവരവരെ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാർ നാളെ മുതൽ ഇത് ചെയ്തു തുടങ്ങുക, ഇന്ന് മുതൽ തന്നെ ചെയ്തു തുടങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഐ ലവ് യു ആൻഡ് ഐ അക്സെപ്റ്റ് യു എന്ന് പറയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും നിൻ്റെ എല്ലാ കുറവുകളോടും കൂടി നിന്നെ അംഗീകരിക്കുന്നു എന്ന് അവരവരോട് തന്നെ പറയുക. കണ്ണാടിയിൽ നോക്കി എല്ലാ ദിവസവും നമ്മളൊന്ന് കണ്ണാടിയിൽ കാണുക. നമ്മൾ ഓടിപ്പടഞ്ഞ് പോകുമ്പോഴത്തേക്കൊന്ന് പൗഡർ ഇട്ട് അങ്ങനെയല്ല. എല്ലാ ദിവസവും രാവിലെ നമ്മളൊന്ന് കാണുക. നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് കാണുക, എത്ര സ്നേഹിക്കപ്പെടേണ്ട ആളാണെന്ന് നമ്മൾ കാണാം. നമ്മൾ തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു പോയിന്റിലുണ്ടല്ലോ, ഈ ലോകത്ത് വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തന്നെ മതി. അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്പനി നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. സോ ഇന്ന് മുതൽ ഈ മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും ഒക്കെ കൂട്ടി നല്ല അതായത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടി നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് അച്ചീവ് ചെയ്യുക.